ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട നിർമ്മാണം പാരമ്പര്യ കലയിൽ നിന്ന് ആഗോള വിപണിയിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കുട്ടികളുടെ വിനോദത്തിനപ്പുറം അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വഴികാട്ടുന്ന പഠനോപാധികളാണ് കളിപ്പാട്ടങ്ങൾ. മികച്ച പാരമ്പര്യവും വൈവിധ്യവും അവകാശപ്പെടാവുന്ന ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന് ആഗോളതലത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട്. രാജ്യത്തിനകത്തെ നിർമ്മാണം ഊർജിതമാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും മെച്ചപ്പെട്ട കളിപ്പാട്ടങ്ങൾ വിപണിയിലെത്തിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ദേശീയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇന്ത്യയിലെ സമ്പന്നമായ കളിപ്പാട്ട നിർമ്മാണ പാരമ്പര്യത്തെ ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വൈവിധ്യമാർന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്രമായ കർമ്മ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് രാജ്യത്തെ കളിപ്പാട്ട കയറ്റുമതി 89.1% വർദ്ധിക്കുകയും ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് അത് വലിയ ഉത്തേജനമാവുകയും ചെയ്തു. രാജ്യത്തെ ആഭ്യന്തര ഉൽപാദന മേഖലയിലെ ശക്തമായ വളർച്ചയും സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളും മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ വിജയവും ഈ നേട്ടത്തിന് പ്രധാന കാരണങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് കയറ്റുമതി ഗണ്യമായി ഉയർത്തിയത്. ഇന്ത്യയെ ആഗോളതലത്തിലെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കാനും ഗുണനിലവാരമുള്ള തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഏറെ പ്രയോജനം ചെയ്തു. സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ മേഖല ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിലൂടെ ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു. ഇറക്കുമതി നിയന്ത്രണങ്ങളും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനങ്ങളും ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കാൻ സഹായകമായി. ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുണനിലവാര മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും കളിപ്പാട്ടങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. 2021 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് കളിപ്പാട്ടങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് BIS സ്റ്റാൻഡേർഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനായി 1800-ലധികം ആഭ്യന്തര നിർമ്മാതാക്കളും 50-ലധികം വിദേശ നിർമ്മാതാക്കളും ഇതിനകം ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളോടുള്ള ആഭിമുഖ്യത്തിന്റെ പ്രകടമായ ലക്ഷണമാണിത്. കളിപ്പാട്ടങ്ങൾ കുട്ടികളിൽ ഉന്മേഷം കൂട്ടുക മാത്രമല്ല, അവരുടെ ആകാംക്ഷകളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മനസ്സിന് സന്തോഷം നൽകുന്നതിനൊപ്പം ഭാവനകൾക്ക് ചിറക് നൽകി ലക്ഷ്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കും. കുട്ടികളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ കളിപ്പാട്ടങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെപ്പറ്റി പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കുട്ടികൾ കളിയിലൂടെ പഠിക്കുന്നതും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ പഠിക്കുന്നതും നിർമ്മാണ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നതുമെല്ലാം പുതിയ പഠന രീതിയുടെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്തിന് പ്രാദേശിക കളിപ്പാട്ടങ്ങളുടെ സമൃദ്ധമായ പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും പാരമ്പര്യവും ഉപയോഗപ്പെടുത്തി ആഗോള കളിപ്പാട്ട വിപണിയിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇതിനായി പ്രാദേശിക കളിപ്പാട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ അദ്ദേഹം ജനങ്ങളോടും സ്റ്റാർട്ടപ്പുകളോടും അഭ്യർത്ഥിച്ചു. കുട്ടികളിൽ പഠനത്തിനെന്ന പോലെ സർഗാത്മകത വളർത്താനും കളിപ്പാട്ടങ്ങൾ പ്രധാന ഉപാധിയാണ്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവാണുണ്ടാക്കിയത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി കളിപ്പാട്ടങ്ങളിലൂടെയുള്ള അധ്യയന രീതിയെ വിദ്യാഭ്യാസ മന്ത്രാലയം സജീവമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കുട്ടികളുടെ പഠനം കൂടുതൽ രസകരവും ആകർഷകവുമാക്കാൻ ക്ലാസ് മുറികളിൽ നാടൻ കളിപ്പാട്ടങ്ങളും പരമ്പരാഗത ഗെയിമുകളും എങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കുന്ന ടോയ് ബേസ്ഡ് പെഡഗോഗി എന്നൊരു കൈപുസ്തകം NCERT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഗെയിമുകളും ബോധന മാധ്യമമായി ഉപയോഗിച്ച് കുട്ടികളിൽ അറിവും ആശയങ്ങളും പകർന്നു നൽകുന്ന അധ്യാപന രീതിയാണിത്. കളിപ്പാട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബോധന രീതിയുടെയും അനുഭവത്തിലൂടെയുള്ള പഠനത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ ഈ കൈപുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കൂടാതെ കൊച്ചുകുട്ടികളിൽ വിവിധ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ തനതായ കളിപ്പാട്ടങ്ങളും കളികളും വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഇതിൽ വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രശ്നോത്തരികൾ, ബ്ലോക്കുകൾ, പാവകൾ, ബോർഡ് ഗെയിമുകൾ തുടങ്ങിയവയിലൂടെ കുട്ടികളിൽ സർഗാത്മകതയും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുന്നു. കുട്ടികളുടെ ബൗദ്ധികവും ശാരീരികവും സാമൂഹിക വൈകാരികവുമായ വളർച്ചയ്ക്ക് ഇത് സഹായകമാണ്. ബാല്യകാലത്തെ സന്തോഷങ്ങൾ ആരും മറക്കില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന കാലഘട്ടമാണിത്. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും കൗതുകം തോന്നാത്ത വസ്തുക്കൾ കുട്ടികൾക്ക് സന്തോഷം നൽകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ വിഷയങ്ങളിലെ പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ആധുനിക ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു.
കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ കരകൌശല തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിനും വഴിയൊരുക്കി. പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്കും കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. പ്രാദേശിക കരകൌശല വിദഗ്ധരെയും പരമ്പരാഗത കളിപ്പാട്ട നിർമ്മാതാക്കളെയും വിപണിയുമായി ബന്ധിപ്പിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകി വരുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 203.5 ദശലക്ഷം US$ആയിരുന്ന ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി 2025-26 ആയപ്പോഴേക്കും $384.7 ദശലക്ഷം ഉയർന്നു. ഇതേ കാലയളവിൽ ഇറക്കുമതി 371.7 ദശലക്ഷത്തിൽ നിന്ന് $232.3 ദശലക്ഷം കുറയുകയും ചെയ്തു. അമേരിക്ക, UK, നെതർലൻഡ്സ്, ജർമ്മനി തുടങ്ങിയ പ്രധാന വിപണികളിലേക്ക് വൻതോതിൽ കയറ്റുമതി വ്യാപിപ്പിച്ചതോടെ കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അതോടെ പരമ്പരാഗത തനിമയും ആധുനിക നിലവാരവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രമുഖ കളിപ്പാട്ട കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. കളിപ്പാട്ട കയറ്റുമതിയിലെ ഗണ്യമായ വളർച്ച ഇന്ത്യയുടെ നിർമ്മാണ മേഖല കൂടുതൽ മത്സരക്ഷമവും സ്വയം പര്യാപ്തവുമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഗുണനിലവാരമുള്ള ഉൽപ്പാദനം, നവീകരണം, സർക്കാർ പിന്തുണ എന്നിവ തുടർന്നാൽ ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് ഇനിയും വർദ്ധിക്കുമെന്നത് തർക്കമറ്റ വസ്തുതയാണ്. ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയെ ഒരു പ്രധാന നിർമ്മാണ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ കളിപ്പാട്ട നിർമ്മാണ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതോടൊപ്പം രൂപകൽപ്പനയിലെ വൈവിധ്യം, ഗവേഷണം, നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. 14 മന്ത്രാലയങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും കൂട്ടായ സഹകരണത്തോടെ 21 പ്രധാന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് സമഗ്രമായ ദേശീയ കളിപ്പാട്ട കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കളിപ്പാട്ടങ്ങളുടെ അടിസ്ഥാന ഇറക്കുമതി കസ്റ്റംസ് തീരുവ 2020 ഫെബ്രുവരിയിൽ 20% നിന്ന് 60% തുടർന്ന് 2023 70% ഉയർത്തിയിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളുടെ ഘടകഭാഗങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ 20% പുനർനിശ്ചയിച്ചത് ഈ മേഖലയ്ക്ക് ക്രിയാത്മകമായ നേട്ടമാണുണ്ടാക്കിയത്. കളിപ്പാട്ട നിർമ്മാണ ശേഷി കൂട്ടുന്നതിനായി ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം പരമ്പരാഗത വ്യവസായ പുനരുജ്ജീവന പദ്ധതി വഴി 18 കളിപ്പാട്ട ക്ലസ്റ്ററുകൾക്ക് അംഗീകാരം നൽകി. ടെക്സ്റ്റൈൽസ് മന്ത്രാലയം 40 ക്ലസ്റ്ററുകൾക്ക് ഡിസൈനും നിർമ്മാണത്തിനാവശ്യമായ സാങ്കേതിക സഹായവും നൽകി വരുന്നു. കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 700-ലധികം കളിപ്പാട്ട സ്റ്റാർട്ടപ്പുകൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതിക്കാർക്കുള്ള നികുതി ഇളവ് പദ്ധതിയിലൂടെ 2200-ൽ പരം കളിപ്പാട്ട കയറ്റുമതിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു. ഇതിനു പുറമെ UAE, ഓസ്ട്രേലിയ, ഒമാൻ, ന്യൂസിലൻഡ്, UK എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് നികുതിരഹിത വിപണി പ്രവേശനവും കൂടുതൽ കയറ്റുമതി സാധ്യതകളും ഉറപ്പു നൽകുന്നു. ഈ നടപടികൾ കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 2025-ൽ BIS നടത്തിയ സർവേയിൽ പരിശോധിച്ച കളിപ്പാട്ടങ്ങളിൽ 95% സാമ്പിളുകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണെന്ന് കണ്ടെത്തി. 2019-ൽ ഇത് 33% മാത്രമായിരുന്ന സ്ഥാനത്താണ് ഈ വൻ മുന്നേറ്റം. ഗുണനിലവാര നിയന്ത്രണം, നികുതി ഇളവുകൾ, ഉൽപാദനത്തിനുള്ള സഹായം, കയറ്റുമതി പ്രോത്സാഹനം എന്നിവയെല്ലാം ചേർന്ന് ഇന്ത്യയിലെ കളിപ്പാട്ട മേഖലയെ ഏറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി രാജ്യാന്തര വിപണിയിൽ കൂടുതൽ കരുത്തോടെ മത്സരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം, വിദ്യാഭ്യാസപരവും സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കളിപ്പാട്ടങ്ങളുടെ വികസനം എന്നിവയും കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ ആഭ്യന്തര വ്യവസായത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കളിപ്പാട്ടത്തിന്റെ ആഭ്യന്തര ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിനൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ലോകത്തിലെ പ്രമുഖ കളിപ്പാട്ട നിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായി ഉയർത്തുക എന്നതാണ് ഈ കർമ്മ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. കളിപ്പാട്ടങ്ങൾ വെറുമൊരു വിനോദോപാധി മാത്രമല്ല, കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഘടകമാണ്. ഇന്ത്യയുടെ പരമ്പരാഗത കളിപ്പാട്ട സംസ്കാരവും ടോയ് അധിഷ്ഠിത ബോധന രീതികളും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. വരും തലമുറയ്ക്കായി സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ നാടൻ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പൈതൃകം സംരക്ഷിക്കപ്പെടുകയും കുട്ടികളിൽ കൗതുകവും പഠന താൽപര്യവും വളർത്താൻ കഴിയുകയും ചെയ്യുന്നു. കളിപ്പാട്ട മേഖലയെ സ്വയം പര്യാപ്തമാക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു അളവോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ കർമ്മ പദ്ധതി വഴിതെളിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.